ഹായ് ഡിയേഴ്സ്, അപ്പോൾ നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 4 ഫ്രം ബിഗിനിങ് സ്റ്റാർട്ടിങ് തൊട്ട് മൊഡ്യൂൾ 4ന്റെ ഓരോ സെറ്റായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. സോ നമ്മുടെ മൊഡ്യൂൾ 4 എന്ന് പറയുന്നത് പ്രാക്ടീസ് ഓഫ് സോഷ്യൽ വർക്ക് ഇൻ മെഡിക്കൽ ഓർ ഹോസ്പിറ്റൽ സെറ്റിംഗ് എന്നുള്ളതാണ്. ഓക്കെ, സോഷ്യൽ വർക്കിന്റെ പ്രാക്ടീസ് മെഡിക്കൽ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ സെറ്റിംഗിൽ എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. അപ്പോൾ മെയിൻ ആയിട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ പറയുന്നതിൻ്റെ സിലബസിനെ മൂന്നായിട്ട് തിരിക്കാം. ഒന്നെന്ന് പറയുന്നത് ഒരു ഡിസീസിനെ നമ്മൾ എങ്ങനെ അസസ് ചെയ്യുന്നു എന്നുള്ളത്, രണ്ടാമത്തത് കോമ്പീറ്റൻസീസ് ഉണ്ട്, ആൻഡ് മൂന്നാമത്തത് മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച്. ഓക്കെ, ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്ന മോഡ്യൂളിന്റെ സിലബസിനെ തിരിച്ചേക്കുന്നത്. ഫസ്റ്റ് വൺ അസസ്മെന്റ്, സെക്കൻഡ് വൺ കോമ്പീറ്റൻസീസ്, ആൻഡ് തേർഡ് വൺ മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച്. ഇതിന്റെ അകത്ത് അസസ്മെന്റിന്റെ അകത്ത് ഉണ്ടായിരുന്ന ടോപ്പിക്കായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്ന സിസ്റ്റം അപ്രോച്ച്. ഇപ്പോൾ സിസ്റ്റം അപ്രോച്ചിന്റെ സ്റ്റെപ്സ് ഞാൻ ഒന്നുകൂടി ഇതിൻ്റെ അകത്ത് വിത്ത് എക്സാമ്പിൾ ഒന്ന് ഡീറ്റെയിൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ നോട്ട് വെച്ചിട്ട് സെയിം പാറ്റേണിൽ ഒന്നുകൂടി ഞാൻ ഡീറ്റെയിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് അസസ്മെന്റ് ഫേസിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അസസ്മെന്റ് ഇൻ മെഡിക്കൽ സോഷ്യൽ വർക്ക് എന്ന് പറയുമ്പം നമുക്ക് പറയാം, അസസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളിപ്പോഴും പറയുന്നത് നമുക്ക് ഒരു കാര്യത്തെ അസസ് ചെയ്യുന്നത്. ഇപ്പൊ മെഡിക്കൽ സോഷ്യൽ വർക്കിൽ ഒരു കാര്യത്തെ അസസ് ചെയ്യുക എന്ന് വെച്ചാല് നോർമലി പറയുകയാണെങ്കിൽ എന്താ, ഒരു പേഷ്യന്റിന് എന്തെങ്കിലും അസുഖമുണ്ട്, അത് അസസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ആ പേഷ്യന്റിന്റെ അസുഖം എന്താണെന്ന് കണ്ടുപിടിക്കുന്നതാണ്. ബട്ട് വെൻ കമ്മിങ് ടു മെഡിക്കൽ സോഷ്യൽ വർക്ക്, ഈ അസസ്മെന്റ് എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല, ഈ ക്ലിനിക്കൽ സിംറ്റംസ് വെച്ചിട്ട് ഒരു കാര്യത്തെ ഐഡന്റിഫൈ ചെയ്യുന്നത് മാത്രമല്ല, മറിച്ച് എന്താണ്, ഒരു മൾട്ടി ഡയമെൻഷണൽ പ്രോസസ് ആണ്. നിങ്ങൾക്കറിയാം, മൾട്ടി ഡയമെൻഷണൽ പ്രോസസ് എന്ന് പറയുമ്പോൾ പല ഫാക്ടേഴ്സ് ചേർന്നിട്ടായിരിക്കും ഈ ക്ലിനിക്കൽ സിംറ്റംസിനെ നമ്മൾ കണക്ട് ചെയ്ത് പറയുന്നത്. കഴിഞ്ഞ ദിവസം പറഞ്ഞത് കണക്ക് തന്നെ ഒരാൾക്ക് ഒരു അസുഖം ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ ബയോ സൈക്കോ സോഷ്യൽ അപ്രോച്ച് എടുക്കും. അതിന്റെ ബയോളജിക്കൽ ഫാക്ടേഴ്സ് എടുക്കും, സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് എടുക്കും, സോഷ്യൽ ഫാക്ടേഴ്സ് എടുക്കും. അങ്ങനെ പല ഫാക്ടേഴ്സ് ചേർന്നായിരിക്കും നമ്മൾ ഈ പറയുന്ന അസുഖം എന്താണ് എന്ന് പറയുന്നത് അസസ് ചെയ്ത് എടുക്കുന്നത്. അതാണ് നമ്മുടെ മെഡിക്കൽ സോഷ്യൽ വർക്കിലെ അസസ്മെന്റ് എന്ന് പറയുന്നത്. സോ സിംപ്ലി പറയാം, ഇൻ മെഡിക്കൽ സോഷ്യൽ വർക്ക് disease assessment is understood as a multi-dimensional process that goes beyond the mere identification of clinical symptoms. ഒരു ഫ്ലോ ചാർട്ട് പോലെ ഒരു സാധനം തന്നിട്ടുണ്ട്, ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഡിസീസ് അസസ്മെന്റ് മെഡിക്കൽ സോഷ്യൽ വർക്കിൽ നമുക്കതിനെ ബയോ സൈക്കോ സോഷ്യൽ അപ്രോച്ച് ആയിട്ട് എടുക്കുമ്പോൾ അതിന്റെ അകത്ത് ഫസ്റ്റ് നമുക്ക് ബയോളജിക്കൽ അല്ലെങ്കിൽ ക്ലിനിക്കൽ ഫാക്ടേഴ്സ് പറയാം. ബയോളജിക്കൽ അല്ലെങ്കിൽ ക്ലിനിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ ഡയഗ്നോസിസ് അല്ലെങ്കിൽ പ്രൊഗ്നോസിസ് ആകാം, ഫിസിക്കൽ ഫംഗ്ഷനിങ് ആകാം, മെഡിക്കൽ ഹിസ്റ്ററി അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങളാകാം. ഇനി തൊട്ടടുത്തതായിട്ട് നമുക്ക് സൈക്കോളജിക്കൽ അല്ലെങ്കിൽ ഇമോഷണൽ ഫാക്ടേഴ്സിനെ പറയുകയാണെങ്കിൽ ആൻസൈറ്റിയോ ഡിപ്രഷനോ ഫിയറോ അല്ലെങ്കിൽ കോപ്പിംഗ് റെസീലിയൻസ് എങ്ങനെയാണ്, മെന്റൽ ഹെൽത്ത് കൺസേൺസ് എങ്ങനെയാണെന്ന് പറയാം. ഈ സോഷ്യൽ അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ആളുടെ ഫാമിലി സപ്പോർട്ട് എന്താണ്, സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് എന്താണ്, ലിവിങ് കണ്ടീഷൻസ് എന്താണ്, ആൾക്ക് എന്തൊക്കെ റിസോഴ്സ് ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ നോക്കാം. കൾച്ചറൽ ബിലീഫ്സ് ആൻഡ് വാല്യൂസ് നെക്സ്റ്റ് വൺ ആണ്. അതിന്റെ അകത്ത് ഈ അസുഖത്തെ കുറിച്ചുള്ള ആളുടെ ബിലീഫ്സ്. ഇപ്പൊ ഒരാൾക്ക് ക്യാൻസർ വരികയാണെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, അയാൾ ചെയ്തതിന്റെ ഫലമായിരിക്കാം, അല്ലെങ്കിൽ എന്തോ മുൻപ് അങ്ങനെ ദൈവകോപം ഉണ്ടാക്കിയത് കൊണ്ട് കിട്ടിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കൾച്ചറൽ ബിലീഫുകളും വാല്യൂസുകളും ഉണ്ട്. പിന്നെ ട്രഡീഷണൽ ഹീലിങ്ങുകളുണ്ട്. മരുന്ന് ചെയ്യാതെ എന്ത് ചെയ്യും, ട്രഡീഷണൽ ഹീലിംഗ്സിലോട്ട് പോകും. ആറ്റിറ്റ്യൂഡ്സ് ടു ഹെൽത്ത് കെയറിനോടുള്ള ആറ്റിറ്റ്യൂഡ്, ഇതൊക്കെ ഇതിൻ്റെ അകത്ത് ഫാക്ടേഴ്സ് ആയിട്ട് വരും. ആൻഡ് ഫൈനൽ വൺ എന്ന് പറയുന്നത് ഡെവലപ്മെന്റൽ ആൻഡ് ലൈഫ് സൈക്കിൾ ഫാക്ടേഴ്സ്. അതായത് അയാളുടെ ഏജ്, ലൈഫ് സ്റ്റേജ് എന്താണ്, എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ വൊക്കേഷൻ എന്താണ്, റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്താണ്, ആ ഡെവലപ്മെന്റൽ സ്റ്റേജുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ മൊത്തത്തിൽ നമുക്ക് നേരത്തെ പറഞ്ഞത് കണക്ക് ബയോ സൈക്കോ സോഷ്യൽ അപ്രോച്ച് എന്ന് പറയാം. അതത് വെച്ചിട്ടായിരിക്കും നമ്മൾ അസുഖത്തെ അസസ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് ബയോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്, സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്, സോഷ്യൽ ഫാക്ടേഴ്സ് ഉണ്ട്. അതിനോടൊപ്പം തന്നെ രണ്ട് ഫാക്ടേഴ്സും കൂടെ ചേരുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് കൾച്ചറൽ ബിലീഫ്സ് ആൻഡ് വാല്യൂസും, രണ്ടാമത്തെ ഡെവലപ്മെന്റൽ ആൻഡ് ലൈഫ് സൈക്കിൾ ഫാക്ടേഴ്സ്. അപ്പൊ ഇത്രയും കാര്യങ്ങളും കൂടെ ചേർന്നാണ് മെഡിക്കൽ സോഷ്യൽ വർക്കിന്റെ അകത്ത് ഒരു ഡിസീസിനെ നമ്മൾ അസസ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് എ മൾട്ടി ഡയമെൻഷണൽ പ്രോസസ്. ഓക്കെ.
എന്താണ് മെഡിക്കൽ സോഷ്യോളജി? അപ്പൊ നിങ്ങൾക്ക് അറിയാം സോഷ്യോളജി എന്താണെന്നുള്ളത് അറിയാം. അപ്പോ സോഷ്യോളജിയുടെ ഒരു ബ്രാഞ്ച് ആണ് എന്തെന്ന് പറയുന്നത് മെഡിക്കൽ സോഷ്യോളജി എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ അകത്ത് എന്തൊക്കെയാണ് ഇത് സ്റ്റഡി ചെയ്യുന്നതെന്ന് വെച്ചാൽ എങ്ങനെയാണ് സൊസൈറ്റി ഹെൽത്ത് ഇൽനെസ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സിസ്റ്റംസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഹൗ സോഷ്യൽ കൾച്ചറൽ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് അഫക്ട് പാറ്റേൺസ് ഓഫ് ഡിസീസിന്റെ പാറ്റേൺസിനെ ഈ പറയുന്ന സോഷ്യൽ കൾച്ചറൽ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് എങ്ങനെ അഫക്ട് ചെയ്യുന്നു. ഇനി മൂന്നാമത്തെ ഹൗ ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രൂപ്പ്സ് എക്സ്പീരിയൻസ് ഇൽനെസ് വിത്തിൻ ദെയർ സോഷ്യൽ എൻവയോൺമെന്റ്. അവരുടെ തന്നെ സോഷ്യൽ എൻവയോൺമെന്റില് ഇൻഡിവിജ്വൽസിൽ അല്ലെങ്കിൽ ഗ്രൂപ്പ്സിന് എങ്ങനെയാണ് ഇൽനെസ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ആൻഡ് ദ ഫൈനൽ വൺ എങ്ങനെയാണ് സോഷ്യൽ ബിഹേവിയർ ഓഫ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ആൻഡ് പേഷ്യൻസ് എന്താ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന്റെയും പേഷ്യൻസിന്റെയും സോഷ്യൽ ബിഹേവിയറൽ എന്താണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെഡിക്കൽ സോഷ്യോളജിക്കകത്ത് പറയുന്നത്. എന്ന് പറയുന്നത് പ്യുവറായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ബയോളജിക്കൽ എക്സ്പ്ലനേഷൻസ് ആൻഡ് ലുക്ക് അറ്റ് സോഷ്യൽ കോസസ്, സോഷ്യൽ സ്ട്രക്ചേഴ്സ്, ഓർഗനൈസേഷൻസ് ഓഫ് ഹെൽത്ത് കെയർ ആൻഡ് കൾച്ചറൽ നോംസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ഹെൽത്ത് ഔട്ട്കംസ്. അപ്പൊ ഹെൽത്ത് ഔട്ട്കംസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സോഷ്യൽ കോസുകൾ എന്താണ്, സോഷ്യൽ സ്ട്രക്ചേഴ്സ് എന്താണ്, ഓർഗനൈസേഷൻ ഓഫ് ഹെൽത്ത് കെയർ എന്താണ്, കൾച്ചറൽ നോംസ് എന്താണ്. ഓക്കെ, അപ്പൊ നമുക്ക് മെഡിക്കൽ സോഷ്യോളജി ഒരു സ്പെഷ്യലൈസ്ഡ് ബ്രാഞ്ച് ഓഫ് സോഷ്യോളജി എന്ന് തന്നെ പറയാനായിട്ട് പറ്റും. അതായത് നമ്മുടെ സൊസൈറ്റിയെയും ഹെൽത്തിനെയും കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ നോക്കുന്നതിനുള്ള ഒരു ബ്രാഞ്ചായിട്ട് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഇനി നമുക്ക് നോക്കാനുള്ളതെന്ന് പറയുന്നത് റെലവൻസ് ഓഫ് മെഡിക്കൽ സോഷ്യോളജി ഇൻ സോഷ്യൽ വർക്ക് പ്രാക്ടീസ് ആണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നുണ്ട്, ഇത് റെലവെന്റ് ആണോ? മെഡിക്കൽ സോഷ്യോളജി നമ്മുടെ സോഷ്യൽ വർക്ക് പ്രാക്ടീസിന് റെലവെന്റ് ആണോ? ഓഫ് കോഴ്സ് റെലവെന്റ് ആണ്. കാരണം ഇതാണ് എന്ത് ചെയ്യുന്നത്, പ്രാക്ടീഷണേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട്? സോഷ്യൽ വർക്ക് പ്രാക്ടീഷണേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോ അതിൽ നമുക്ക് ഫസ്റ്റ് പോയിന്റ് പറയാമെന്ന് വെച്ചാല് ഒന്നാമത്തെയാണ് അണ്ടർസ്റ്റാൻഡ് ഹൗ സോഷ്യൽ ഫോഴ്സസ് ഷേപ്പ് ഹെൽത്ത് ബിഹേവിയേഴ്സ് ആൻഡ് ഔട്ട്കംസ്. അപ്പൊ ഫസ്റ്റ് പോയിന്റ് ആണ് എങ്ങനെയാണ് സോഷ്യൽ ഫോഴ്സസ് ഒരു പേഴ്സന്റെ ഹെൽത്ത് ബിഹേവിയറിനെയും അതിന്റെ ഔട്ട്കമിനെയും ഷേപ്പ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. രണ്ടാമത്തെ ഐഡന്റിഫൈ സൊസൈറ്റൽ ബാരിയേഴ്സ് ടു ഹെൽത്ത് ലൈക്ക് ഡിസ്ക്രിമിനേഷൻ, പോവർട്ടി ആൻഡ് സ്റ്റിഗ്മ. സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ബാരിയേഴ്സിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഡിസ്ക്രിമിനേഷനോ പോവർട്ടിയോ. അതേപോലെ തന്നെ എന്താണ് ഡിസൈൻ ഇന്റർവെൻഷൻസ് ദാറ്റ് അഡ്രസ് നോട്ട് ജസ്റ്റ് ദ ഇൽനെസ് ബട്ട്